അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി തന്നെയാണ്. അത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കണ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ആകെ കൂടെ ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇതിന് നമുക്ക് കറിയൊന്നും വേണ്ട, ചായയുടെ കൂട്ടി വെറുതെ കഴിക്കാൻ പറ്റും. അത്ര നല്ല ടേസ്റ്റുള്ള ഒന്നാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 കപ്പ് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുതിർത്ത് വെച്ചതാണ്, തലേദിവസം കുതിർത്ത് വെച്ചത്. അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്കൂർ കുതിർക്കണം. അതിലേക്ക് ഒരു 1/4 കപ്പ് ചോറും പിന്നെ ഒരു കോഴിമുട്ട പിന്നെ ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട്, കുറച്ച് വെള്ളം ചേർത്താൽ മതി, അല്ലെങ്കിൽ നന്നായിട്ട് അരിഞ്ഞ് കിട്ടില്ല. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോഴോ നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് നുറുക്കിയത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്യാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ റെഡിയായി. അതെ, അവിടെ വല്ല പ്രശ്നമുണ്ടോ? പട്ടാളക്കാരൊക്കെ ഓടിപ്പില്ലുണ്ടോ? നിങ്ങൾ പെരിഞ്ചീരകം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാനൊരു ഒരിക്കലും കൂടുതൽ നല്ലത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മതി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ, നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല ചൂടായി കഴിയുമ്പോൾ ഈ ഒരു തവി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തീയൊന്ന് കുറച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ ഒട്ടും എണ്ണ കുടിക്കൂല. നമ്മളിപ്പോൾ ഈ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ തയ്യാറാക്കിയ മാവ് മുഴുവനും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒട്ടും എണ്ണ കുടിക്കാത്ത ഒരു അപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയാൽ ഞാൻ ഒഴിച്ചു കൊടുത്തേക്കണത് അത് അതുപോലെ തന്നെ ഉണ്ട്. ഇത്രേ ഉള്ളൂ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ ഇത്? അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചായക്ക് വെള്ളം വെച്ച് അത് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളുടെ ചായയുടെ കടി റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കറികളൊന്നും വേണ്ട ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ കെച്ചപ്പൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇഷ്ടമാകും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ എഴുതണം. പിന്നെ ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട്, ഇതുപോലത്തുള്ള സിമ്പിൾ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.